നമസ്കാരം. എല്ലാ ബഹുമാനവും മുൻനിർത്തിക്കൊണ്ട് ബിഗ് ബോസിനോട് ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് ഇത്തരം ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തില് ഇതുപോലുള്ള റിയാലിറ്റി ഷോസുകളിലേക്ക് അവരെ എടുക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന വൈൽഡ് എൻട്രിയിലൂടെ വന്നു കയറിയ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ കാര്യമാണ്. അദ്ദേഹം LGBTQ കമ്മ്യൂണിറ്റികളെ കുറിച്ച് പുറത്തും ഇതിനു മുമ്പ് ഇതിനേക്കാൾ തരം താണ രീതിയിൽ അദ്ദേഹം പെരുമാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളുണ്ട്. പല വീഡിയോസിന്റെ താഴെ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള കമന്റുകൾ ഇടുന്നത് ഇദ്ദേഹമാണെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. ദയവ് ചെയ്ത് ബിഗ് ബോസ് ചാനലിന് റേറ്റിംഗ് കൂട്ടുവാനായിട്ട് ഇത്തരം പ്രവണതകളുള്ളവരെ വച്ചു പുലർത്തരുത്. ദയവ് ചെയ്ത് ഇത്തരം ആൾക്കാരെ ആ ഷോയിൽ നിന്ന് ഒഴിവാക്കി നിർത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്ലീസ് പ്ലീസ്. Requesting and I'm demanding immediate ejection of Abhishek Srikumar from Bigg Boss Malayalam season 6. Hold accountability. Take that responsibility and eject him without showing any hypocrisy. Requesting. പറഞ്ഞു വരുന്നത് അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ച് വൈൽഡ് കാർഡായിട്ട് വന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് കത്തി നിൽക്കുകയാണ്. സാധാരണ നിലയിലുള്ള ബിഗ് ബോസ് ആരാധകർക്കിടയിലല്ല ഇപ്പോൾ ബിഗ് ബോസ് ആൾക്കാർ കാണുന്നതും പറയുന്നതൊന്നും. കാരണം ഞാൻ നോക്കുമ്പോൾ സാധാരണ പല ഗ്രൂപ്പുകളിലും അഭിഷേക് ശ്രീകുമാർ ചർച്ചയാവാണ്. അതിന് കാരണം LGBTQ എന്ന് പറയുന്ന ഇതിനെ പലതരത്തിൽ സംസാരിക്കുന്ന ആളുകൾ, അതിനെ എതിർക്കുന്ന ആളുകളുടെ ഇടയിൽ അഭിഷേക് ശ്രീകുമാറിനുള്ള പ്രാധാന്യം കൂടുകയും ബിഗ് ബോസിൽ നിന്ന് ഒരു തരത്തിലും പുറത്താവാതിരിക്കാൻ തങ്ങളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് കൊടുത്ത് എങ്ങനെയും അഭിഷേകിനെ പിടിച്ചു നിർത്തണം, ഈ വട്ടത്തെ വിജയിയായിട്ട് അഭിഷേകിനെ ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഭാഗത്ത്. അതിനെതിരെ ഇങ്ങനെ ഒരു വാക്കുകൾ പ്രയോഗിച്ചത്, അതായത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് അങ്ങനത്തെ ഒരു രീതിയിലുള്ള പരാമർശമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വാക്കുകൾ കേട്ടതിന് ശേഷം ജനങ്ങളുടെ ഇടയിൽ പലതരത്തിലുള്ള നെഗറ്റീവ് വന്നിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കാതെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഉപദ്രവിക്കുന്ന അങ്ങനെയൊന്നല്ല ഇപ്പൊ ആ കമ്മ്യൂണിറ്റി. അവൻ പറഞ്ഞത് വളരെ മോശമായി പോയി. അങ്ങനെ അതിപ്പോ ഭയങ്കര സൈലന്റ് ആയല്ലോ. ആ ഡയലോഗ് പറഞ്ഞ ശേഷം ഇപ്പൊ അവൻ വായടച്ചിട്ടിരിക്കുന്നത്. അവന് പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോ പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ വായടച്ചിട്ടാണ് ആളിരിക്കുന്നത്. അല്ല, ഇതിന്റെ പിന്നിലുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അഭിഷേകിന് കൃത്യമായ ഒരു ഐഡിയ ഉണ്ട് എങ്ങനെ ഇത് വിജയിപ്പിച്ചെടുക്കണം എന്ന്. അപ്പോൾ ആദ്യത്തെ ആഴ്ച തന്നെ തൻ്റെതായ ഒരു ശ്രദ്ധ പതിപ്പിക്കാനും ബിഗ് ബോസിന് അപ്പുറത്തുള്ള പ്രേക്ഷകരിലേക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം തന്നെയുണ്ട്. ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റീൽസ് എതിർക്കുന്നവരുണ്ട്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ മഴവില്ലാണെങ്കിൽ മഴവില്ല ആകാശത്ത് തെളിയുന്നതാണ് ഭംഗി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളിലേക്ക് ഇതൊരു ഫയറായിട്ട് കൊണ്ടുവിട്ട് അവരെ കൊണ്ട് താൻ അവരുടെ രാജാവാണെന്ന് കാണിക്കാൻ, നിങ്ങളുടെയൊക്കെ ഒരു പ്രതിനിധിയാണ് അവിടെ ഉള്ളതെന്ന് കാണിക്കാനായിട്ട് കൃത്യമായിട്ട് അയാൾ ഉപയോഗിക്കുകയാണ് ബിഗ് ബോസിന്റെ ആദ്യത്തെ ആഴ്ച ചെയ്തത്. ഇപ്പൊ എല്ലാവരിലേക്കും അഭിഷേക് ശ്രീകുമാർ എത്തിക്കഴിഞ്ഞു. ബിഗ് ബോസ് കാണാത്തവർ പോലും ഹോട്ട്സ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്ത് അഭിഷേകിന് വേണ്ടി വോട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് തന്നെയാണ് അഭിഷേക് ഉദ്ദേശിച്ചത്. ഇനി ഒരു വാണിംഗ് ചിലപ്പോൾ ലാലേട്ടനെ നിന്ന് കിട്ടും. ആ ഒരു വാണിങ്ങോട് കൂടി, വാണിംഗ് മാത്രമൊന്നുമല്ല, പറയാൻ പറ്റില്ല. ഇത് ഈ കേസ് അങ്ങോട്ട് കൊളുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തായില്ലെങ്കിൽ അല്ല, അത് മാത്രല്ല, ഇത് പറഞ്ഞത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് ചിലപ്പോ വോട്ട് ചെയ്ത് പുറത്താക്കും, ചിലപ്പോ വോട്ട് ചെയ്യാതെ വോട്ട് നൽകാതെ പുറത്താക്കാം. ഒരുവിധം ആൾക്കാർ ഇപ്പൊ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ച വളരെ പ്രധാനപ്പെട്ട. മാത്രല്ല, ഒന്നാമത് അവൻ ഭയങ്കര സൈലന്റ് ആയി. ഇപ്പൊ സിബിയും അങ്ങനെയുള്ളവരൊക്കെയാണ് നല്ല രീതിയിൽ ആദ്യം ഒരു കത്തിക്കാറിൽ കയറിയിട്ട് പെട്ടെന്ന് സൈലന്റ് ആയ പോലെയായി. പക്ഷെ ഇനി ആള് മുന്നോട്ട് പോകാനായിട്ട് ചിലപ്പോ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട്. അതെ, ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഒരു ആഴ്ചക്കുള്ള ഫയർ അവരിട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് രണ്ടാമത്തെ ആഴ്ചയിൽ കൊടുക്കാനുള്ളത് കൊടുക്കണം. അത് ഒരാഴ്ച കഴിയുമ്പോൾ ലാലേട്ടൻ ഫയർ ചെയ്യുന്നതോടുകൂടി അഭിഷേക് ശ്രീകുമാർ പിന്നോട്ട് വലിയുകയും അത് തന്നെയാണ്, അതായത് LGBTQനെ എതിർക്കുന്നവരുടെ പ്രതിനിധിയായിട്ടുള്ള തങ്ങൾ തന്നെ അവിടെ തന്നെ ബിഗ് ബോസിൽ ഞാൻ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയുന്ന അവരുടെ പ്രതിനിധിയായിട്ട് കാണുന്നതോടുകൂടി തങ്ങൾക്കെതിരെയുള്ള മുറിവേറ്റ ഇതാണെന്ന് വിചാരിച്ച് സപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അടുത്ത ആഴ്ചയിലൊക്കെ നല്ല സപ്പോർട്ട് കയറി വന്ന് അഭിഷേക് കയറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനിടയിൽ പുറത്താക്കുമോ എന്നുള്ളത് ഒരു കാര്യമാണ്. ഒരു വിഭാഗത്തിന്റെ ശത്രുതയും അദ്ദേഹം നേടിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം.